ഹലോ കുഞ്ഞുങ്ങളെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൻ്റെ അടുത്ത പാർട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾ 8th സ്റ്റാൻഡേർഡൊക്കെ ആയിരുന്നപ്പോൾ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അവിടെ നിങ്ങൾ a+b² എന്നൊക്കെ പറയുന്ന എക്സ്പ്രഷൻസ് പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? a+b², a-b². നമ്മുടെ അടുത്ത സെക്ഷനിൽ നമ്മൾ ഓർക്കേണ്ട രണ്ട് പഴയ ഓൾജിബ്രൈക്ക് എക്സ്പ്രഷൻസ് ആണ് a+b² a-b². ഓക്കെ, അതായത് a+b² നിങ്ങൾക്കറിയാം a² + 2ab + b². ഓക്കെ, അതുപോലെ a-b² എന്താണ്? a² - 2ab + b². ഓക്കെ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുമായിട്ട് ഇതിനെന്താണ് ബന്ധമെന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ സപ്പോസ് ഇത് ഇപ്പോൾ ജസ്റ്റ് x² = 25 എന്നാണുള്ളതെങ്കിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം 5ൻ്റെ സ്ക്വയറും 25 ആണ്, -5ൻ്റെ സ്ക്വയർ എടുത്താലും 25 ആണ്. ഓക്കെ, സോ നമ്മൾ x² = 25 വരുമ്പോൾ x = ±√25 ആയിരിക്കും. അതായത് ±5 എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ ഇത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ x² = 25 ആണെങ്കിൽ x എന്തായിരിക്കും? ±25 ആയിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ദാറ്റ് ഈസ് 5² 25 ആണ്, -5² എന്ത് തന്നെയാണ്? 25 തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ x² = 25 ആണെങ്കിൽ x എന്ത് കിട്ടുന്നത്? ±5 കിട്ടുന്നത്. ഓക്കെ, അതുപോലെ നമ്മളിപ്പോൾ വേറൊരു നമ്പർ എടുത്താലും നോക്ക്. ഇപ്പോൾ x² = 81, ദെൻ x മനസ്സിലാക്കുക, ദിസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ±9 ആയിരിക്കും. അതായത് 9² 81 ആണ്, -9ൻ്റെ സ്ക്വയർ എന്താണ്? 81 ആണ്. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ ഏത് വാല്യൂ വന്നാലും നമുക്കിതുപോലെ എഴുതാൻ പറ്റും. ഓക്കെ, നൗ അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ x+1² = 81 എന്നാണ് വരുന്നതെങ്കിൽ, കണ്ടോ? x+1² = 81 ആണെന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമുക്ക് x+1 = ±√81 എന്ന് എഴുതാം. കണ്ടോ? അപ്പോൾ നമുക്കിതിൽ നിന്നും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് x അല്ല ഡയറക്റ്റായിട്ട് കിട്ടുന്നത്, x+1 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ±9 എന്ന് കിട്ടുന്നത്. കണ്ടോ? അപ്പോൾ ഇതിന് മുന്നേ ചെയ്തത് കണ്ടോ? x² = 81 ആണെങ്കിൽ x = ±9. ബട്ട് നമുക്കിവിടെ വരുന്നത് എന്താ? x+1² ആണ് 81. കണ്ടോ? സോ നമുക്ക് x+1 എന്ത് കിട്ടും? ±9. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ നിന്നും x+1 = 9 ആയിരിക്കാം, ഓർ x+1 = എന്തോ ആകാം? -9 ആകാം. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ മീനിങ്. x+1 = ±9 എന്ന് വെച്ചാൽ x+1 = 9 ആകാം, x+1 = -9 ആകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്ക്. ഫസ്റ്റ് x+1 = 9 ആകുമ്പോൾ x എന്താ? 9 - 1, ഓർ x -9 - 1. കണ്ടോ? അപ്പോൾ ഇതിൽ നിന്ന് x എന്ത് കിട്ടും? 8 എന്ന് കിട്ടും, ഓർ x -10 എന്ന് കിട്ടും. കണ്ടോ? നമുക്ക് അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എക്സിന് രണ്ട് വാല്യൂസാണ് വരുന്നത്. കണ്ടോ? അപ്പോൾ x+1 = നമുക്ക് ±9 എന്നൊന്നു ലാസ്റ്റ് ആയപ്പോൾ കണ്ടോ നമുക്ക് കിട്ടിയ വാല്യൂസ് x = 8 ഓർ x -10. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ഇതുപോലത്തെ ഒന്ന് നോക്കാം. അതായത് ഇപ്പോൾ x-1² = 49 എന്നാണെന്ന് വെച്ചോ. കണ്ടോ? x-1² = 49 വന്നാൽ നമുക്ക് എന്ത് എഴുതാം? x - 1 ± √49. കണ്ടോ? സോ ഇതിൽ നിന്ന് അടുത്ത് എന്ത് കിട്ടും നമുക്ക്? x - 1 നിങ്ങൾക്കറിയാം √49 എന്താ? 7 ആണ്. കണ്ടോ? അപ്പോൾ അടുത്ത് നമ്മൾ പഴയതുപോലെ നോക്കുക, x - 1 = 7, ഓർ x - 1 എന്തും വരും? -7 വരും. കണ്ടോ? സോ x = 7 + 1, ഓർ x = -7 + 1.
കണ്ടോ. സോ എക്സ് ഈസ് ഈക്വൽ ടു 8 ഓർ എക്സ് ഈസ് ഈക്വൽ ടു -6. കണ്ടോ, ഇവിടെ നമുക്ക് 2 വാല്യൂ കിട്ടി കണ്ടോ. അപ്പോൾ ഇവിടെ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് കണ്ടോ. x-1 ഈസ് ഈക്വൽ ടു x-1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 49. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 8 ഓർ എക്സ് ഈസ് ഈക്വൽ ടു -6 എന്ന് കിട്ടി കണ്ടോ. ഓക്കെ, നമുക്കിനി ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. പേജ് നമ്പർ 86 ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. 1 added to the product of 2 consecutive even numbers gives 289. 1 added to the product of 2 consecutive even numbers one added to the product of 2 consecutive even numbers. അപ്പോൾ എന്ത് കിട്ടി? 289 കിട്ടി. എങ്കിൽ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈവൻ നമ്പേഴ്സ് നിങ്ങൾക്കറിയാം. ഈവൻ നമ്പേഴ്സ് എന്താ? ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് 2, 4, 6, 8 എക്സെട്ര അല്ലേ. ഈവൻ നമ്പേഴ്സ് 2, 4, 6, 8 എക്സെട്ര, ഇതാണ് നമ്മുടെ ഈവൻ നമ്പേഴ്സ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അടുത്തടുത്തുള്ള 2 ഈവൻ നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് അടുത്തടുത്തുള്ള 2 ഈവൻ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 2 അല്ലേ. നമുക്ക് ഇവിടെ ഡിഫറൻസ് 2 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ അടുത്തടുത്തുള്ള 2 ഈവൻ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. സോ വി ക്യാൻ ടേക്ക് ദ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ആസ് x and x plus 2. ഓക്കെ, സോ ലെറ്റ് എക്സ് ആൻഡ് അടുത്തത് എന്തായിരിക്കും? ഒരെണ്ണം എക്സ് ആണെങ്കിൽ അടുത്തത് എക്സ് പ്ലസ് 2 ആയിരിക്കും. എക്സ് പ്ലസ് 2 ബി 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓഡാണെങ്കിലും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് എടുക്കുവാണ്. അപ്പോൾ എന്താ ഇവിടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത്? 1 ഈസ് ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് ദീസ് 2 നമ്പേഴ്സ് അല്ലേ. അപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിൻ്റെയും എക്സ് പ്ലസ് 2ൻ്റെയും പ്രോഡക്റ്റ്. ഇതിനോടൊപ്പം 1 ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് എന്താ? 289. അതാണ് ആ ക്വസ്റ്റ്യനകത്തുനിന്ന് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. കണ്ടോ, 1 ഈസ് ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. സോ ഈവൻ നമ്പേഴ്സ് എന്ന് എടുക്കുമ്പോൾ എക്സ് ആൻഡ് എക്സ് പ്ലസ് 2 അല്ലേ. കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത് വരുന്നതാണേ. അതിൻ്റെ പ്രോഡക്റ്റ് കണ്ടോ, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2. അതിനോടൊപ്പം 1 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 289 കിട്ടി. ഇനി നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അതായത് എക്സ് ഇൻറ്റു എക്സും എക്സ് ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ എക്സ് ഇൻറ്റു എക്സ് എന്താ? എക്സ് സ്ക്വയർ അല്ലേ, പ്ലസ് എക്സ് ഇൻറ്റു 2 എന്ന് പറയുന്നത് 2x പ്ലസ് 1 ഈക്വൽ ടു 289. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ ആ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഒന്ന് മനസ്സിലാക്കേണ്ടത്. കണ്ടോ, അപ്പോൾ ഇവിടെ എയുടെ പ്ലേസിൽ എക്സ് ഉണ്ട്, ബിയുടെ പ്ലേസിൽ 1 ഉണ്ട്. കണ്ടോ, അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്തായിരുന്നു? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 2ab പ്ലേസിൽ കണ്ടോ 2x ഉണ്ട്. 2ab പ്ലേസിൽ 2x, അതിനെ ഒരു 2x × 1 എഴുതിയാലും കറക്റ്റാണ്. സോ നമുക്കിതിനെ എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കണ്ടോ, എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതുപോലെ ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. കണ്ടോ, എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 289. കണ്ടോ, എന്താ 289ൻ്റെ സ്ക്വയർ റൂട്ട് 17 ആണ്. ഒരു 25 വരെയുള്ളത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, 25 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. 25 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് പഠിക്കുക. അപ്പോൾ അതുവരെയുള്ള അതിൻ്റെ അത്രയും സ്ക്വയർ കിട്ടുമ്പോൾ തന്നെ സ്ക്വയർ റൂട്ട്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ 289 ആണ്. അപ്പോൾ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? പ്ലസ് ഓർ മൈനസ് 7. അപ്പോൾ ഇനി നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 17 ഓർ എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു മൈനസ് 17. കണ്ടോ, സോ എക്സ് ഈസ് ഈക്വൽ ടു 17 മൈനസ് 1 ഓർ എക്സ് ഈസ് ഈക്വൽ ടു
-17 -1 കണ്ടോ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 16 ഓർ എക്സ് ഈസ് ഈക്വൽ ടു -18 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമുക്ക് ഈ പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കാം. എക്സ് ഈക്വൽ ടു 16 ആണെങ്കിൽ നമ്മുടെ അടുത്ത നമ്പേഴ്സ് എന്തായിരുന്നു? എക്സ് ആൻഡ് എക്സ് പ്ലസ് 2 ആയിരുന്നു അല്ലേ. സോ ഈവൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 16, എക്സ് പ്ലസ് 2 എന്തായിരിക്കും? 18 അല്ലേ. സോ ദ നമ്പേഴ്സ് ആർ, കണ്ടോ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും കണ്ടോ. ദ നമ്പേഴ്സ് ആർ 16 ആൻഡ് 18. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ കണ്ടോ. അപ്പോൾ അവിടെ നമ്പേഴ്സ് എടുക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കണ്ടോ. പ്രോഡക്റ്റ് ആകുമ്പോൾ എക്സ് ആൻഡ് ഈവൻ നമ്പേഴ്സ് ആകുമ്പോൾ എക്സ് ആൻഡ് എക്സ് പ്ലസ് 2. ഓക്കെ, അപ്പോൾ ഇനി മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് ചോദിക്കാം. കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മൾട്ടിപ്പിൾസ് ഓഫ് 3 എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് 3 ആണ് ഡിഫറൻസ് വരുന്നത്. സോ എക്സ് ആൻഡ് എക്സ് പ്ലസ് 3. ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് 4 എന്നായാലോ എക്സ് ആൻഡ് എക്സ് പ്ലസ് 4. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് ആ നമ്പേഴ്സ് എടുക്കേണ്ടതെന്ന്. ഓക്കെ, നമ്മുടെ ഈ സെക്ഷൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്: 9 ഈസ് ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 കണ്ടോ ഗീവ് 729. 729 ആണേ. ഓക്കെ, ദിസ് ഈസ് 729. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത് നോക്ക്, മൾട്ടിപ്പിൾസ് ഓഫ് 6. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 6 എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുക ഏതാ വരുന്ന നമ്പേഴ്സ്. മൾട്ടിപ്പിൾസ് ഓഫ് 6 എന്ന് പറയുമ്പോൾ 6 അല്ലേ, 12, 18, 24 എക്സെട്ര കണ്ടോ. അപ്പോൾ ഇവിടെ അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ, 6 ആണ് അല്ലേ. മൾട്ടിപ്പിൾസ് ഓഫ് 6 ആകുമ്പോൾ 6, മൾട്ടിപ്പിൾസ് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 9 ആയിരിക്കും ഡിഫറൻസ്. സോ ഇവിടെ 6 ആണ് ഡിഫറൻസ്. അപ്പോൾ നമ്മൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആകുമ്പോൾ എടുക്കുമ്പോൾ എക്സ് ആൻഡ് എക്സ് പ്ലസ് 6 എന്ന് എടുക്കുക. ഓക്കെ, സോ ലെറ്റ് ദ നമ്പേഴ്സ് ബി എക്സ് ആൻഡ് എക്സ് പ്ലസ് 6. മനസ്സിലായോ? കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ആണ്. സോ എക്സ് ആൻഡ് എക്സ് പ്ലസ് 6. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റിനോടൊപ്പം എത്ര ആഡ് ചെയ്യുന്നത്? 9 കണ്ടോ. 9 ഈസ് ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6. സോ കണ്ടോ 9 ഈക്വൽ ടു 729. ഇതാണ് അവിടെ തന്നിരിക്കുന്നത്. മനസ്സിലായോ? കണ്ടോ 9 ഈസ് ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 gives 729. Then we want to find the numbers. Okay, so multiples of 6 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? എക്സ് ആൻഡ് എക്സ് പ്ലസ് 6. ഓക്കെ, നോക്കൂ ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. സോ എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 9 വിച്ച് ഈസ് ഈക്വൽ ടു 729 കണ്ടോ. സോ നമുക്ക് ഈ 6നെ കണ്ടോ, 6 ഈസ് ഈക്വൽ ടു ആക്ച്വലി 2 × 3 ആണ് അല്ലേ. ആൻഡ് 9 എന്ന് പറയുന്നത് എന്താ, 3 സ്ക്വയറുമാണ് കണ്ടോ. സോ ഇതിനെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2 × x × 3 പ്ലസ് 3 സ്ക്വയർ കണ്ടോ. എ സ്ക്വയർ പ്ലസ് 2ab ഫോമിലായി. ഓക്കെ, സോ ദിസ് ഈസ് എന്തായിരിക്കും ഇത്, എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ കണ്ടോ. എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 729. ഇനി നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ചെയ്തതുപോലെ ചെയ്താൽ മതി കണ്ടോ. ഇറ്റ്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 729. ഓക്കെ, അപ്പോൾ ഇത് എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 729 എന്ന് പറയുന്നത് ആരുടെ സ്ക്വയറാണ്? 27ൻ്റെ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു 27 ഓർ എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു മൈനസ് 27 കണ്ടോ. സോ എക്സ് ഈസ് ഈക്വൽ ടു 27 മൈനസ് 3 ഓർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 27 മൈനസ് 3 കണ്ടോ. സോ എക്സ് ഈസ് ഈക്വൽ ടു എന്താ, 24 ഓർ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 30. അപ്പോൾ നമ്മുടെ മൾട്ടിപ്പിൾസ് എല്ലാം നമ്മൾ പോസിറ്റീവ് അല്ലേ എടുത്തത്. സോ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 24 എടുക്കാം കണ്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 6 എക്സ് പ്ലസ് 6 ആണ് അല്ലേ. സോ ദ നമ്പേഴ്സ് ആർ എക്സ്
24 ആൻഡ് നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും 30. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ക്വസ്റ്റ്യനകത്ത് വരുന്നത്. ക്ലിയർ? കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? 9 ഈസ് ആഡഡ് ടു ദ പ്രോഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ഗീവ്സ് 729. ദെൻ ഫൈൻഡ് ദ നമ്പേഴ്സ്. അതാണ് ക്വസ്റ്റ്യൻ. കണ്ടോ, അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 6 എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പേഴ്സ് കോൺസിക്യൂട്ടീവ് ആണേ. സോ എക്സ് ആൻഡ് എക്സ് പ്ലസ് 6 എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അത് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് കണ്ടോ, ഇവിടെ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. സോ ഹിയർ എക്സ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ. കണ്ടോ? ഓക്കെ, സോ ദ വാല്യൂ ഈസ് നമ്പേഴ്സ് എന്ന് പറയുന്ന ആരൊക്കെയായിരുന്നു? 24 ആൻഡ് 30. ക്ലിയർ? തേർഡ് ക്വസ്റ്റ്യൻ കണ്ടോ, ഹൗ മെനി ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 7, 9 etc. must be added to get the sum 140. കണ്ടോ, ഇവിടെ തന്നിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കണ്ടോ, 5, 7, 9 etc. അപ്പോൾ നമ്മളിവിടെ ഒന്ന് അരിത്തമെറ്റിക് സീക്വൻസ് ഒന്ന് റീകോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എന്താണ് ഇവിടെ? ഫസ്റ്റ് ടേം ഈസ് 5. നമുക്കിതിനകത്ത് എത്ര ടേംസ് ആഡ് ചെയ്താൽ 140 കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം 5 ആണ്. കോമൺ ഡിഫറൻസ് എന്താ? 7 മൈനസ് 5 വിച്ച് ഈസ് ഈക്വൽ ടു 2. കണ്ടോ, അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന SN സമ്മാണ് 140 എന്ന് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫോർമുല ഓർമ്മിക്കുക. സമ്മിൻ്റെ ഫോർമുല ഓർമ്മയുണ്ടോ? എന്താ സമ്മിൻ്റെ ഫോർമുല? അരിത്തമെറ്റിക് സീക്വൻസിലെ n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. ആൻഡ് ഇതാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 140. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി എന്നിൻ്റെ വാല്യൂ അറിയില്ല അല്ലേ? എന്നിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് എത്രയായിരുന്നു? എഫ് 5 ആയിരുന്നു അല്ലേ? ആൻഡ് ഡി 2 ആണ്. കണ്ടോ, 5 പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 2 ആണ്, ഈക്വൽ ടു 140. ഓക്കെ, അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട്, ഈസി ആകാനായിട്ട് ഇവിടെ ഒരു 2 ഉണ്ട്. കണ്ടോ, ഈ സെക്കൻഡ് ടേമിനകത്ത് ഒരു 2 ഉണ്ട്. അതിനെ നമുക്കൊന്ന് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. കണ്ടോ, സോ n/2 ഓൾറെഡി ഉണ്ട്, അകത്ത് നമ്മൾ 2 എടുത്തു. കണ്ടോ, സോ ബ്രാക്കറ്റിനകത്ത് ഇപ്പോൾ 5 പ്ലസ് n-1 വരും. ഓക്കെ, ഞാൻ കുറച്ച് കാൽക്കുലേഷൻ സിമ്പിളാകാൻ വേണ്ടിയിട്ടാണ് ആ 2 കോമൺ ആയിട്ട് എടുത്ത്. എപ്പോഴും കാൽക്കുലേഷൻ കൂടുതൽ കോംപ്ലിക്കേഷൻ ആകാതിരിക്കണമെങ്കിൽ നമ്മൾ മാക്സിമം സിംപ്ലിഫൈ ചെയ്യുക, കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാതെ സിംപ്ലിഫൈ ചെയ്യുക. കണ്ടോ, ഇവിടെ നമുക്ക് 2 2 ക്യാൻസലായി. ഇപ്പോൾ നോക്കൂ, n ഇൻറ്റു n പ്ലസ് 4 എന്ന് കിട്ടി. കണ്ടോ, ഈക്വൽ ടു 140. കണ്ടോ, ഇനി നമുക്ക് എന്നിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ത് കിട്ടും? n സ്ക്വയർ പ്ലസ് 4n ഈക്വൽ ടു 140 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാലേ, നമുക്ക് കണ്ടോ ലെഫ്റ്റ് സൈഡിലുള്ളത് ആക്ച്വലി എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിൽ എഴുതാൻ പറ്റില്ല. റൈറ്റ് സൈഡും അതേ പ്രശ്നമുണ്ട്. 140 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയറും അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന കേസസിൽ നമുക്ക് ഈ സ്ക്വയർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതിന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ എന്നിൻ്റെ അല്ലെങ്കിൽ എക്സിൻ്റെ ടേം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുക. കണ്ടോ, 4. ഈ 4ൻ്റെ ഹാഫ് എടുക്കണം. 4ൻ്റെ ഹാഫ് എന്താണ്? 2. കണ്ടല്ലോ, അതിൻ്റെ സ്ക്വയർ രണ്ട് വശത്തും ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് LHSനും RHSലും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നാലേ നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിലാക്കാൻ പറ്റുള്ളൂ. ഇത്രയേ ഉള്ളൂ. അതായത് സ്ക്വയർ വരുന്ന ടേം എടുക്കരുത്, n അല്ലെങ്കിൽ എക്സ് വരുന്ന ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുക. കണ്ടോ, ഇവിടെ 4 ആണ്, അതിൻ്റെ ഹാഫ് എടുക്കണം. ഓക്കെ, ഹാഫിൻ്റെ സ്ക്വയർ, അതായത് ഈ 2ൻ്റെ സ്ക്വയർ രണ്ട് സൈഡും LHSലും RHSലും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതെങ്ങനെ മാറും നോക്കി നോക്ക്. n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 2 സ്ക്വയർ. കണ്ടോ, റൈറ്റ് സൈഡിൽ അതുപോലെ 140 പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ നമ്മൾ LHSലും RHSലും ഈ സെയിം ചേഞ്ച് ചെയ്യണം, എന്നാലേ വാല്യൂവിന് വ്യത്യാസം ഇല്ലാതിരിക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് ആക്ച്വലി n പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ആണ്. കണ്ടോ, റൈറ്റ് സൈഡ് ആണെങ്കിൽ 140 പ്ലസ് 4 വിച്ച് ഈസ് 144. കണ്ടോ, ഇപ്പോൾ നമ്മുടെ നോർമൽ ഫോമിലായി. കണ്ടോ, ഇനി നമുക്കിത് എന്ത് ചെയ്യാം? n പ്ലസ് 2 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 144. കണ്ടോ, സോ n പ്ലസ് 2 ഈസ് ഈക്വൽ ടു എന്താ? പ്ലസ് ഓർ മൈനസ് 12. കണ്ടോ, നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. കണ്ടോ, n പ്ലസ് 2 ഈസ് ഈക്വൽ ടു പ്ലസ് 12 ഓർ n പ്ലസ് 2 ഈസ് ഈക്വൽ ടു
minus 12 കണ്ടോ. സോ n is equal to 12 minus 2 or n is equal to minus 12 minus 2. So n is equal to എന്ത് കിട്ടി 10 or n is equal to minus 14. ആക്ച്വലി ഇവിടെ നമുക്ക് എന്താ വന്നിരിക്കുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ് കണ്ടോ. സോ നമുക്ക് ഈ പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. സോ 10 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആ സം കിട്ടും. എത്രയായിരുന്നു ഈ 140 എന്ന് പറഞ്ഞ സം കിട്ടണമെങ്കിൽ 10 നമ്പേഴ്സ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഹൗ മെനി ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 7, 9 എക്സെട്ര മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് ദ സം 140. കണ്ടോ. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേംസ് കണ്ടോ 5, 7, 9 എക്സെട്ര. ഫസ്റ്റ് ടേം 5 ആണ്, കോമൺ ഡിഫറൻസ് 2 ആണ്, ആൻഡ് ഗിവൺ ദ സം 140. കണ്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്തായിരുന്നു എത്ര നമ്പേഴ്സ് ആഡ് ചെയ്യണമെന്നാണ് അല്ലേ, എത്ര ടേംസ്. അപ്പോൾ നമ്മളവിടെ അതിൻ്റെ ഫോർമുല ഒന്ന് യൂസ് ചെയ്തു. കണ്ടോ, സമ്മിൻ്റെ ഫോർമുല നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെയാണ് n/2 × 2f + n - 1 × d. ഓക്കെ, ആൻഡ് അതിനകത്ത് നമുക്ക് അറിയാവുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എന്താ, ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ അറിയായിരുന്നു, കോമൺ ഡിഫറൻസും അറിയായിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ കോമൺ ആയിട്ട് കിടന്ന 2 ടേമിൽ ഒരു 2 ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, അതിന് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. കണ്ടോ, സിംപ്ലിഫൈ ചെയ്ത് അടുത്ത് ഈ സ്റ്റെപ്പ് വരെ നിങ്ങൾക്ക് ഓക്കെയാണ് അല്ലേ. അതായത് n² = n² + 4n = 140. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്ത വേറെ ഒന്നുമില്ല, എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് അതായത് ഡിഗ്രി 1 ആയിട്ട് വരുന്ന ടേം ഇല്ലേ, ഫസ്റ്റ് വരുന്നത് n², അടുത്ത് വരുന്ന ടേം അതിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുക, അതിൻ്റെ ഹാഫ് എടുക്കുക. കണ്ടോ, ഇവിടെ 4 ആയിരുന്നു, 4/2 എടുത്തു, ആൻഡ് ഇസ് ഈക്വൽ ടു 2, 2ൻ്റെ സ്ക്വയർ നമ്മൾ രണ്ട് സൈഡും ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് സ്ക്വയർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇതാണ് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടോ, മിക്കവാറും എല്ലാ വർഷങ്ങളിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൽ ഒരു ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടി നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മളെപ്പോഴും 10 നമ്പേഴ്സ് അല്ലേ, -40 നമ്പേഴ്സ് ഒന്നും പറയാറില്ല. അതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് n = 10 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 4th ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ചെയ്ത സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സമ്മിനോടൊപ്പം 16 ആഡ് ചെയ്യുന്നു എങ്കിൽ എത്ര ടേംസ് ആണെന്നാണ് ചോദ്യം. കണ്ടോ, ഇവിടെ അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടോ 9, 11, 13 എക്സെട്ര. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്. കണ്ടോ. സോ ഇവിടെ ഫസ്റ്റ് ടേം എന്താണ്, f = 9 ആണ്. കോമൺ ഡിഫറൻസ് ആണെങ്കിലോ 11 - 9 ആൻഡ് ഇസ് ഈക്വൽ ടു 2. കണ്ടോ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇവിടെ എന്താ, സമ്മിനോടൊപ്പം ആക്ച്വലി 16 ആഡ് ചെയ്തു. കണ്ടോ, 16 ആഡഡ് ടു ദ സം ആണ്. സോ Sn + 16 ആണ് ഇവിടെ 256 എന്ന് പറയുന്നത്. കണ്ടോ, 16 ആഡഡ് ടു ദ സം ഓഫ് ദ ഫസ്റ്റ് ഫ്യൂ ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഗേവ് 256 എന്നാണ്. കണ്ടോ, അപ്പോൾ ആ സമ്മിനോടൊപ്പം റിമൈനിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയതുപോലെ തന്നെയാണ്. അതായത് n/2 × 2f + n - 1 × d അല്ലേ, സമ്മിൻ്റെ ഫോർമുല +16. സമ്മിനോടൊപ്പം 16 ആഡ് ചെയ്തു എന്ന് പറഞ്ഞു. കണ്ടോ, അപ്പോൾ നമുക്കിനി വാല്യൂസ് കൊടുക്കാം. ഓക്കെ, n/2 × 2f ദാറ്റ് ഈസ് 2 × 9 + n - 1 × d എത്രയാണ് 2 ആണ് അല്ലേ, +16 = 256. നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ തന്നെ നോക്കൂ, ഈ 2നെ നമുക്ക് ഇങ്ങോട്ട് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ n/2 × 2 കണ്ടോ, ബ്രാക്കറ്റിനകത്ത് എന്താ വരുന്നത് 9 + n - 1 + 16. ഈ 16 ബ്രാക്കറ്റിൻ്റെ പുറത്താണേ, അകത്തൊന്നും ആഡ് ചെയ്ത് കളയരുത്. ഓക്കെ, സോ നോക്ക്, നമുക്കിവിടെ ഈ 2 × 2 അങ്ങ് ക്യാൻസൽ ചെയ്യാമല്ലോ. റിമൈനിങ് എന്താ വന്നത്, n × n + 8. കണ്ടോ, 9 - 1 9 - 1 ഉണ്ട്, അത് 8 ആണ്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു +16 = എന്താ 256. ഞാൻ ആ 16 റൈറ്റ് സൈഡ് ഒന്നും കൊണ്ടുപോകുന്നില്ല, കാരണം നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റും ആൻസർ. നോക്കണേ, എന്നിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, ബ്രാക്കറ്റിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n² + 8n + 16 = 256. കണ്ടോ, നോക്കൂ, ഈ 8n എന്ന് പറയുന്നത് ആക്ച്വലി
2 ഇൻറ്റു n ഇൻറ്റു 4 ആണ്, ശരിയല്ലേ? അതുപോലെ 16 എന്ന് പറയുന്നത് 4 സ്ക്വയർ ആണ്, കണ്ടോ? അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോമായി. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് n പ്ലസ് 4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 256, കണ്ടോ? സോ n പ്ലസ് 4 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 256. ഓക്കെ, സോ n പ്ലസ് 4 ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 256 എന്താ? 16 ആണ്. ഓക്കെ, സോ n പ്ലസ് 4 ഇസ് ഈക്വൽ ടു 16 ഓർ n പ്ലസ് 4 ഇസ് ഈക്വൽ ടു മൈനസ് 16, കണ്ടോ? സോ n പ്ലസ് 4 ഇസ് ഈക്വൽ ടു, n പ്ലസ് 4 അല്ലല്ലോ, നമുക്കിനി n ഈസ് ഈക്വൽ ടു എഴുതാം അല്ലേ? n ഈസ് ഈക്വൽ ടു 16 minus 4 or n is equal to minus 16 minus 4. Okay, so n is equal to എന്താ? 12 or n is equal to minus 20. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര എണ്ണം എന്നുള്ളതാണ് അല്ലേ ടേംസ്. സോ ടേക്ക് ദ പോസിറ്റീവ് വാല്യൂ ഓൺലി. സോ n is equal to 12. അതാണ് നമ്മുടെ കറക്റ്റ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ തന്നെയായിരുന്നു, ബട്ട് ഇവിടുത്തെ ചേഞ്ച് ഓർമ്മിക്കുക. 16 added to the sum of the first few terms എന്ന് തന്നിട്ടുണ്ട്, കണ്ടോ? സോ സം പ്ലസ് 16, എൻ പ്ലസ് 16 ആണ് ഇവിടെ ഈ 256. റിമൈനിങ് എല്ലാം പഴയതുപോലെ തന്നെയാണ്. ഓക്കെ, നമ്മുടെ 5th ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഹാസ് ടു ബി മെയ്ഡ് ലൈക്ക് ദിസ്. എന്താ കണ്ടീഷൻസ്? ദ ഹൈറ്റ് ഷുഡ് ബി 2 മീറ്റർ ലെസ് ദാൻ ദ ബേസ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ബേസിനേക്കാൾ 2 മീറ്റർ എന്തായിരിക്കണം? കുറവായിരിക്കണം. ഓക്കെ, ആൻഡ് ഏരിയ എന്ന് പറയുന്നത് 12 മീറ്റർ സ്ക്വയറുമാണ്. എങ്കിൽ ഹൈറ്റാണ് ചോദിച്ചിരിക്കുന്നത്, കണ്ടോ? ഹൈറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൈറ്റ് ഷുഡ് ബി 2 മീറ്റർ ലെസ് ദാൻ ദ ബേസ്. ബേസിനേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം. ഓക്കെ, നോക്കൂ, ഞാനിത് ഇവിടെ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസ് അല്ലേ? നിങ്ങൾക്കറിയാം, ഇതാണ് ബേസ് ആൻഡ് ഇതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് ക്വസ്റ്റ്യനകത്ത്? ഹൈറ്റ് എന്ന് പറയുന്നത് ബേസിനേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം എന്നാണ്. ഓക്കെ, സോ ഞാൻ ഈ ബി എ എക്സ് എന്നെടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഹൈറ്റ് എന്താവണം? ഈ ബേസിനേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം. ഓക്കെ, മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഹൈറ്റ് ഷുഡ് ബി 2 മീറ്റേഴ്സ് ലെസ് ദാൻ ബേസ്. അപ്പോൾ ബേസിനെ എക്സ് എന്നെടുത്ത് കഴിഞ്ഞാൽ ഇഫ് ബേസ് ഈസ് ഈക്വൽ ടു എക്സ് ദെൻ ഹൈറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2. അതിനേക്കാൾ 2 മീറ്റർ കുറവാണ്. ആൻഡ് ഏരിയ ഈസ് ഓൾസോ ഗിവൺ. ഏരിയ എത്രയാണ്? ഏരിയ ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ മീറ്റേഴ്സ്, ദാറ്റ് ഈസ് 12 മീറ്റർ സ്ക്വയർ. ഇനി എന്താണ് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഓർമ്മയുണ്ടോ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ? ഹാഫ് ബി എച്ച് ആണ് എന്താ? 12 എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു ബി എന്താ? നമുക്കിവിടെ ആക്ച്വലി എക്സ് ആണ് അല്ലേ? ആൻഡ് എക്സ് മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 12. ഓക്കെ, ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 2നെ നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് ആൻഡ് എക്സ് ഇൻറ്റു മൈനസ് 2. ഓക്കെ, സോ നമുക്കവിടെ എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, 2നെ നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ആൻഡ് എക്സ് ഇൻറ്റു മൈനസ് 2 എന്താ? മൈനസ് 2x ആൻഡ് റൈറ്റ് സൈഡിൽ 2 പോകുമ്പോൾ 12 ഇൻറ്റു 2, കണ്ടോ? സോ എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 24 എന്ന് കിട്ടി. എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 24. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് ഓർമ്മയുണ്ടോ? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 2 ആണ്. അപ്പോൾ 2ൻ്റെ ഹാഫ് 1 അല്ലേ? അപ്പോൾ 1ൻ്റെ സ്ക്വയർ നമ്മൾ 2 സൈഡും ആഡ് ചെയ്ത് കൊടുക്കുക. 1 സ്ക്വയർ ആൻഡ് 24 പ്ലസ് 1 സ്ക്വയർ, കണ്ടോ? സോ എൽ എച്ച് എസ് എന്തായി? ഇപ്പോൾ ഇവിടെ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. നമ്മൾ ഇതുവരെ ചെയ്തതിലെല്ലാം എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആയിരുന്നു. ഇവിടെ ആക്ച്വലി നോക്കൂ, സൈൻ നോക്ക്, കണ്ടോ? മൈനസ് ആണേ. അതുകൊണ്ടാണ് നമുക്ക് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്നുള്ളത്. ഇനി നമുക്ക് റിമൈനിങ് പഴയതുപോലെ തന്നെയാണ്. എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 25. സോ എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു എന്താ? പ്ലസ് ഓർ മൈനസ് 5.
So x minus 1 is equal to plus 5 or x minus 1 is equal to minus 5 അല്ലേ. സോ ഇതിൽ നിന്നും x is equal to 5 plus 1 or x is equal to minus 5 plus 1. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെ കിട്ടി? x is equal to 6 or x is equal to minus 4. അപ്പോൾ ലെങ്ത് ആണ് അല്ലേ. സോ നമുക്ക് ആ പോസിറ്റീവ് വാല്യൂ മാത്രം മതി കേട്ടോ. ലെങ്ത് ഓഫ് സൈഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ബേസിനാണ് എക്സ് എന്ന് എടുത്തത്. ഓക്കെ, സോ ബേസ് എക്സും ഹൈറ്റ് എക്സ് മൈനസ് 2 ആണ്. സോ ബേസ് ഈസ് ഈക്വൽ ടു 6 meter ആൻഡ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്നാണ് അല്ലേ. സോ 6 minus 2 4 meters. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഫിഗർ ഒന്ന് കൃത്യമായിട്ട് നോക്കുക. തന്നിരിക്കുന്ന റിലേഷൻ ഹൈറ്റ് എന്ന് പറയുന്നത് ബേസിനേക്കാൾ 2 മീറ്റർ കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് അത് കൊടുത്തു. കണ്ടോ, എക്സ് മൈനസ് 2 വന്നു. ആൻഡ് ഏരിയ ഈസ് ഗിവൺ 12. ഏരിയയുടെ ഫോർമുല മറന്നു പോകരുത്, 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച്. കണ്ടോ, ദെൻ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ 2നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി. അടുത്ത് നമ്മൾ ചെയ്ത കംപ്ലീറ്റിംഗ് സ്ക്വയർ. കണ്ടോ, എക്സ് സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 24 എന്നാണ് വന്നത്. കണ്ടോ, അപ്പോൾ അതിനെ ഒന്ന് കംപ്ലീറ്റും ചെയ്തു. ഓക്കെ, ക്ലിയർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സെക്ഷനകത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, എ 2.6 meter ലോങ് റോഡ് ലീൻസ് എഗെയിൻസ്റ്റ് എ വാൾ. അപ്പോൾ ഒരു 2.6 മീറ്റർ നീളമുള്ള ഒരു റോഡ് ഒരു ചുവരിൽ ചാരി വെച്ചേക്കാണ് അല്ലേ. അതിൻ്റെ ഫൂട്ട് എന്ന് പറയുന്നത് വാളിൽ നിന്ന് 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. കണ്ടോ, ആൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഫൂട്ട് ഈസ് മൂവ്ഡ് എ ലിറ്റിൽ എവേ ഫ്രം ദ വാൾ. ഫൂട്ടിനെ ഇതാ ഞാനൊരു ഫിഗർ വരച്ചിട്ടുണ്ട്, നിങ്ങൾക്കിത് നോക്ക് മനസ്സിലാവും. ആദ്യം ബ്ലൂവിൽ കാണുന്ന ഇതാണ് ആക്ച്വലി റോഡെന്ന് പറയുന്നത്. കണ്ടോ, അപ്പോൾ ഇത് വാളാണ്, ഇത് ഗ്രൗണ്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, ഞാൻ ഒരു പേര് കൂടെ കൊടുക്കാം കേട്ടോ, അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. PQR. ഫസ്റ്റ് PQR എന്ന് കൊടുത്തു. അടുത്ത് നമുക്കിതിന് AB എന്ന് കൊടുക്കാം. ഓക്കെ, കണ്ടോ, അപ്പോൾ ഇവിടെ നോക്കണേ, ഈ PR എന്ന് പറയുന്ന ആക്ച്വലി ആ റോഡ് അല്ലേ, അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 2.6 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ ഈ ചുവടെന്ന് പറയുന്നത് ഫൂട്ട് എവിടെയാണ്, ചുവരിൽ നിന്നും വാളിൽ നിന്നും 1 മീറ്റർ ഡിസ്റ്റൻസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് QR ഈസ് ഈക്വൽ ടു എന്താ, 1 മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ചുവരിൽ ചാരി വെച്ചേക്കാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ചുവടെന്ന് പറയുന്നത് ചുവരിൽ നിന്ന് 1 മീറ്റർ ഡിസ്റ്റൻസ്, അപ്പോൾ അത് QR ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിതാ ഈ PQ എന്നുള്ള ഡിസ്റ്റൻസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, PQ നമുക്ക് കണ്ടുപിടിക്കാം. PQ എന്താ വരുന്നത്, ആക്ച്വലി അതൊരു റൈറ്റ് ട്രയാങ്കിളാണ് അല്ലേ. PQR എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളാണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് PR ആണ് ഹൈപ്പോട്ടന്യൂസ്. സോ PR² മൈനസ് QR² എന്ന് കിട്ടും. കണ്ടോ, PR ആണ് ഹൈപ്പോട്ടന്യൂസ് കേട്ടോ, അതുകൊണ്ടാണേ. സോ 2.6 ദ ഹോൾ സ്ക്വയർ മൈനസ് 1². ഇത് ഒരു കാര്യം ഓർമ്മിക്കേണ്ടതേ, നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന എന്താണ്, ഇതിലിങ്ങനെ PR ആണ് ഇപ്പോഴത്തെ പൊസിഷൻ. അപ്പോൾ അതിൻ്റെ ചുവട് R-നെ ഒന്ന് നീക്കുവാണ്, അതായത് R എങ്ങോട്ട് പോയി, ഈ Bയിലേക്ക് പോയി. അപ്പോൾ മുകളിൽ നിന്ന് സെയിം ഡിസ്റ്റൻസ് താഴേക്ക് വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആ ഡിസ്റ്റൻസിനെ നമുക്കൊന്ന് X എന്ന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡിസ്റ്റൻസ് ഇങ്ങോട്ട് കണ്ടുപിടിച്ചത്. കണ്ടോ, അതിന് X എന്ന് കൊടുത്തു. സെയിം ഡിസ്റ്റൻസാണ് താഴേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടേ, അതുകൊണ്ടാണ് അത് X എന്ന് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. 2.6ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 26ൻ്റെ സ്ക്വയർ 676 ആണേ. ഓക്കെ, സോ 2.6 ആകുമ്പോൾ അതെന്താവും, 6.76 ആവും മൈനസ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 5.76 ആൻഡ് 5.76 എന്ന് പറയുമ്പോൾ 576ൻ്റെ സ്ക്വയർ റൂട്ട് 24 ആണ്. ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ 2.4. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടിയത് ഈ PQ എന്നുള്ള ലെങ്താണ് എന്ത് കിട്ടിയത്, 2.4 ആയി. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്ന മൊത്തം ഇൻ ട്രയാങ്കിൾ PQR ആണ് കേട്ടോ. ഇത് ട്രയാങ്കിൾ PQRനകത്തെ മെഷർമെൻറ്റ്സാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത ട്രയാങ്കിൾ AQBയിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ നോക്കണേ, AQB വരുമ്പോൾ AQ എന്താകും,
എ ക്യൂ ബിയിൽ കണ്ടോ, എ ക്യൂ എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസാണ്. കണ്ടോ, ഞാനിപ്പോൾ വരച്ചതാണേ. ആൻഡ് പി ക്യൂ ടോട്ടലായിട്ട് വരുന്നതാണ് ഈ കിടക്കുന്ന 2.4. കണ്ടോ, പി ക്യൂ എന്ന് പറയുന്നത് 2.4 ആണ്. നമുക്ക് വേണ്ടത് എ ക്യൂ. അപ്പോൾ എക്സ് ആണ് താഴേക്ക് വന്നത്. കണ്ടോ, സോ എ ക്യൂ എന്തായിരിക്കും? ആ 2.4ൽ നിന്നും എക്സ് സബ്ട്രാക്ട് ചെയ്യുന്നതല്ലേ. ഞാൻ ആ ഒരു ട്രയാങ്കിളൂടെ ഒന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. അതായത് എ ക്യൂ ബി ആണ് വരച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ 2.4 ആയിരുന്നു. ആ 2.4ൽ നിന്നും എക്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ ഈ ബേസ് ഒന്ന് നോക്കിയേ. ബേസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ക്യൂ ബി വേണം അല്ലേ. ഇത് ഇത്രയും 1 ആണ്, ഇത് ഇത്രയും എക്സും ആണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 1 + x. ആൻഡ് എ ബി എന്ന് പറയുന്നത് ആക്ച്വലി ആ റോഡ് തന്നെയാണ് അല്ലേ. അതിൻ്റെ ലെങ്ത് ഓൾറെഡി ഉണ്ട് 2.6. കണ്ടോ, അപ്പോൾ നമ്മുടെ ആ ഫിഗറിലോട്ട് വരാം. ഇത് x+1 ആകും. ആൻഡ് ഇത് ഓൾറെഡി നമുക്കറിയാവുന്ന 2.6. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എത്രയാണ് ആ ചുവടിൽ നിന്ന് നീങ്ങിയത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഗെയിൻ യൂസ് പൈതഗോറസ് തിയറം. എന്താ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ്. അപ്പോൾ x+1 the whole square plus 2.4 - x the whole square ഈക്വൽ ടു 2.6 the whole square. ജസ്റ്റ് നമ്മൾ എന്താ യൂസ് ചെയ്തത്? പൈതഗോറസ് തിയറം. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. x² + 2x + 1. കണ്ടോ, അതായത് x+1 the whole square ആണേ. പ്ലസ് 2.4ൻ്റെ സ്ക്വയർ എന്താ? 2.4. നമുക്ക് ആ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. 2.4² പ്ലസ് അല്ല, മൈനസ് ആണ് അല്ലേ. ഇവിടെ -2.4 മൈനസ് ആണ്. ഓക്കെ, സോ -2 × 2.4x പ്ലസ് x² ഈക്വൽ ടു 2.6ൻ്റെ സ്ക്വയർ എന്താ? 6.76. ഓക്കെ, നമുക്ക് ആഡ് ചെയ്യാം. നോക്കൂ, ഇവിടെ x², ഇവിടെ x² ഉണ്ട് കേട്ടോ. സോ അതിനെ നമുക്ക് 2x² എന്ന് എഴുതാം. റിമൈനിങ് ടേംസിനെയൊക്കെ ഒന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, 2x + 1 ആൻഡ് 2.4ൻ്റെ സ്ക്വയർ എന്താ? 5.76 -4.8x ഈക്വൽ ടു 6.76. ഓക്കെ, സോ 2x². നോക്കൂ, 2x പ്ലസ് എന്താ? 2x -4.8. കണ്ടോ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -2.8x കിട്ടും. ഓക്കെ, -2.8x പ്ലസ് 6.76 ഈക്വൽ ടു 6.76. കണ്ടോ, ഈ സബ്ട്രാക്ട് ചെയ്തത് ഒന്ന് ശ്രദ്ധിക്കുക. 2xും -4.8ഉം ആണ്. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2.8x. കണ്ടോ, നമുക്കിതാ ഇവിടെ ഈ 6.76 ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ റൈറ്റ് സൈഡ് കൊണ്ടുപോയിട്ട് ക്യാൻസൽ ചെയ്താലും മതി. ഓക്കെ, സോ നമുക്കവിടെ എന്താ കിട്ടിയത്? 2x² -2.8x. കണ്ടോ, 2x² -2.8x ഈക്വൽ ടു 0. കണ്ടോ, അപ്പോൾ എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 2x - 2.8. കണ്ടോ, ഈക്വൽ ടു 0. അപ്പോൾ ഇതൊന്ന് നമുക്ക് x ഈക്വൽ ടു 0 ആയിരിക്കാം അല്ലേ, ഓർ 2x - 2.8 ഈക്വൽ ടു 0 ആയിരിക്കാം. ഓക്കെ, സോ x ഈക്വൽ ടു 0 ഓർ 2x ഈസ് ഈക്വൽ ടു 2.8. കണ്ടോ, സോ x ഈസ് ഈക്വൽ ടു 2.8 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1.4. അപ്പോൾ ഇത്രയാണ് അതിനെ ഒന്ന് നീക്കിയത്. ഓക്കെ, ഇത്രയാണ് നീക്കിയത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ചുവരിൽ 2.6 മീറ്റർ നീളമുള്ള ഒരു റോഡ് ചാരി വെച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ചുവടെന്ന് പറയുന്നത് ചുവരിൽ നിന്നും വാളിൽ നിന്ന് 1 മീറ്റർ എവേ ആണ്. അപ്പോൾ ഫൂട്ടിനെ കുറച്ചൊന്ന് മൂവ് ചെയ്യുന്നുണ്ട്, അതല്ലേ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, മൂവ് ചെയ്തപ്പോൾ താഴെ നിന്ന് എത്ര നീങ്ങിയോ അത്രയാണ് മുകളിൽ നിന്ന് താഴേക്ക് വന്നത്. അപ്പോൾ എത്രയാണ് അത് നീക്കിയത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. നമ്മളിവിടെ യൂസ് ചെയ്തത് ആക്ച്വലി പൈതഗോറസ് തിയറമാണ് യൂസ് ചെയ്തത്. കണ്ടോ, ആദ്യത്തെ ട്രയാങ്കിൾ PQR. അപ്പോൾ അതിലറിയാവുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അറിയായിരുന്നു? PR, അതായത് ആ റോഡിൻ്റെ ലെങ്ത് എന്താ? 2.6 ആണ്. QR, ചുവടിൽ നിന്ന് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 മീറ്റർ. നമ്മൾ PQ കണ്ടുപിടിച്ചു. കണ്ടോ, ജസ്റ്റ് പൈതഗോറസ് തിയറം. സ്ക്വയർ റൂട്ട് ഓഫ്, നമുക്കിത് ഒരു പെർപെൻഡിക്കുലർ ആയിരുന്നു PQ. സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. കണ്ടോ, അത് വെച്ചപ്പോൾ നമുക്ക് PQ കിട്ടി.
ഓക്കെ, അടുത്ത് നമ്മൾ എടുത്തത് അടുത്ത ട്രയാങ്കിൾ കണ്ടോ, അതാ ഈ ട്രയാങ്കിളിനെ നമ്മൾ എടുത്തു. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടോട്ടൽ 2.4 ആയിരുന്നു അല്ലേ, അതിൽ എക്സ് ആ മുകളിലത്തെ ഭാഗം പോയി. അങ്ങനെയാണ് നമുക്ക് ആ എ ക്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടി, 2.4 മൈനസ് എക്സ് എന്ന് കിട്ടിയത്. അതുപോലെ ബേസിലാണെങ്കിൽ ആക്ച്വലി കൂടി അല്ലേ, ആദ്യം 1 മീറ്റർ ആയിരുന്നു, എക്സ് കൂടി. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രയാങ്കിളിനകത്ത് ഈ 2.4 മൈനസ് എക്സും എക്സ് പ്ലസ് 1 എഗെയിൻ നമ്മൾ എന്ത് യൂസ് ചെയ്തു, പൈതഗോറസ് തിയറം യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിനകത്ത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒന്നുകിൽ ചുവരയിൽ നിന്ന് അത് നീങ്ങിയിട്ടില്ല, ഇല്ലെങ്കിൽ 1.4 മീറ്ററാണ് അത് നീങ്ങിയത്. ഓക്കെ, ക്ലിയർ, ബൈ.